കഴിഞ്ഞ ഹിന്ദി ക്ലാസ്സിലൂടെ നാം ജിസ് ഗലി മേ മൈ റഹ്താ ഹൂം എന്ന മിർസ ഗാലിബിൻ്റെ ഡയറിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദസ്തംബു എന്ന ലേഖനത്തിൽ എഴുതിയിട്ടുള്ള ഡയറി ലേഖനത്തിൻ്റെ ആദ്യ ഭാഗമാണ് നാം പഠിച്ചു കഴിഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കി ഗാലിബ് എന്ന ഉറുദു ഷായർ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഗലി തെരുവിനെക്കുറിച്ചും അവിടെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പാനി കി ദിക്കത്ത് വെള്ളത്തിൻ്റെ പ്രയാസം അനുഭവപ്പെട്ടതിനെക്കുറിച്ചും ബാറൂദ് കി പാനി ഷോറേ കാ പാനി പീലേനെ കോ മജ്ബൂർ ഹുയി, പൊട്ടാസ്യം സൾഫേറ്റ് നൈട്രേറ്റ് കടന്ന വെള്ളം കുടിക്കാൻ അവർ നിർബന്ധിതരായ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതുപോലെ ഒരു ദിവസം അവർക്ക് മുന്നിലേക്ക് പെയ്തിറങ്ങിയ മഴവെള്ളത്തെ എത്ര സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. 1857 നടന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഗാലിബ് की जीवन में बहुत यादगार था वो समय. ഏത് സമയം? 1857. എന്താണ് ആ കാലഘട്ടത്തിൽ നടന്നത് നോക്കാം. देखो, असली मुसीबत 5 अक्टूबर 1857 को आई. അസ്ലി മുസീബത്ത് എന്താണ്? അസ്ലി മുസീബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥ പ്രയാസം. അസലി മുസീബത്ത് യഥാർത്ഥ പ്രയാസം എന്നാണ് കടന്നു വന്നത്? 5 അക്ടോബർ 5 1857 1857 സംഭവിച്ചത്. എന്തായിരുന്നു ആ സംഭവം? ജബ് കുച്ച് അംഗ്രേസ് മേരെ ഘർ മേ ഗുസായി. കുറച്ച് ഇംഗ്ലീഷുകാർ മേരെ ഘർ മേ ഗുസായി, എൻ്റെ വീട്ടിലേക്ക് ഗുസാന പ്രവേശിക്കുക. ഗുസാന പ്രവേശിക്കുക. കിസ്കെ ഘർ മേ? ആരുടെ വീട്ടിലേക്ക്? ഗാലിബ് കെ ഘർ മേ കുച്ച് അംഗ്രേസ് സൈനിക് ഗുസ്കറായി. കുറച്ച് ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാരായ സൈനികർ കടന്നു വന്നു. എന്നിട്ടോ ഉനോനെ മേരെ സാത്ത് മേരെ ദോനോ ബച്ചോं को और नौकरों के साथ कुछ ही पड़ोसियों को भी गिरफ्तार कर लिए. എന്താണ് ആ ഇംഗ്ലീഷ് സൈനികർ ചെയ്തത്? ഉനോനെ മേരെ സാത്ത്, അവർ യാനി ഇംഗ്ലീഷുകാർ, മേരെ സാത്ത് എന്നോടൊപ്പം, മേരെ ദോ ബച്ചോं को എൻ്റെ 2 ബച്ചോം കുട്ടികളെയും, ബച്ചോം കുട്ടികളെയും, കിസ്കെ ബച്ചോं को? ഗാലിബ് കെ ബച്ചോं को, ഗാലിബിൻ്റെ മക്കളെയും, നൗക്കറോं के साथ വേലക്കാരോടൊപ്പം തന്നെ, കുച്ച് പഡോസിയോं को भी, ആരാണ് പഡോസികൾ? അയൽവാസികളെയും. അപ്പോൾ ആരൊക്കെ? ഗാലിബിനെ, അദ്ദേഹത്തിൻ്റെ 2 മക്കളെ, വീട്ടിലുള്ള വേലക്കാരെ, और कुछ पड़ोसियों को, അയൽവാസികളെ എല്ലാം എന്ത് ചെയ്തു? ഗിരഫ്താർ കർ ലിയെ, അറസ്റ്റ് ചെയ്തു. ഗിരഫ്താർ കർണ, അറസ്റ്റ് ചെയ്യുക. ആരാണ് അറസ്റ്റ് ചെയ്തത്? ഇംഗ്ലീഷ് സൈനികർ പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് കടന്നു വരികയാണ്. 1857 ഒക്ടോബർ 5 അവർ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അവരെന്താണ് വന്ന ഉടനെ ചെയ്തത്? ഗാലിബ് और उनके बच्चों, नौकर और पड़ोसियों को भी गिरफ्तार कर लिए, അറസ്റ്റ് ചെയ്തു. वहाँ से कुछ दूरी पर, അവിടെ നിന്നും കുറച്ച് ദൂരെയായിട്ട്, കേണൽ ബ്രൗൺ നാം കാ എക് അംഗ്രേസ് അഫ്സർ താ. കേണൽ ബ്രൗൺ എന്ന് പേരുള്ള ഒരു ഇംഗ്ലീഷ് ഓഫീസർ ഉണ്ടായിരുന്നു. വഹാസെ കുച്ച് ദൂർ, അവിടെ നിന്നും കുറച്ച് ദൂരെയായിട്ട് ആരുണ്ടായിരുന്നു? കേണൽ ബ്രൗൺ എന്ന് പേരുള്ള എക് അംഗ്രേസ് അഫ്സർ, ഒരു ഇംഗ്ലീഷ് ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് ഈ അറസ്റ്റ് ചെയ്ത ആളുകളെ കൊണ്ടുപോവുകയാണ്. എന്താണ് ചെയ്തത്? ഗിരഫ്താർ കിയേ ഗേ ലോഗ്, ഇങ്ങനെ ഗിരഫ്താർ കിയേ ഗേ, അറസ്റ്റ് ചെയ്ത ലോഗ്, ആളുകളെ, കിയേ ഗേ ലോഗ് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഓരോരുത്തരെയായി, ഓരോ ആളുകളെയായിട്ട്, ഏക്കേക്കർ ഓരോരുത്തരെയായി, 1 by 1 ഓരോരുത്തരെയായിട്ട് എന്ത് ചെയ്തു? ഉസ്കെ സാമനെ, അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക്, പേഷ് കിയെ, ഹാജരാക്കി. ക്യാ അർത്ഥ ഹെ പേഷ് കർണ? ഹാജരാക്കി. ആരുടെ മുന്നിലേക്കാണ് ഹാജരാക്കിയത്? കേണൽ ബ്രൗണിൻ്റെ മുന്നിലേക്ക് ഹാജരാക്കി. ബ്രൗൺ കാ ചെഹ്ര സൂർഖ് താ. ബ്രൗണിൻ്റെ പ്രത്യേകത നോക്കാമല്ലേ? ബ്രൗൺ കാ ചെഹ്ര,
ബ്രൗണിൻ്റെ മുഖം എങ്ങനെയുള്ളതായിരുന്നു? സുർക്ക്. എന്താ സുർക്ക്? ചുവന്ന നിറമുള്ള. സുർക്ക് ലാൽ രംഗ് യാനി ചുവപ്പ് നിറമുള്ള. കിസ്കാ ചെഹ്റ സുർക്ക് ഹെ? ആരുടെ മുഖമായിരുന്നു? ബ്രൗൺ കാ ചെഹ്റ സുർക്ക്, ചുവപ്പ് നിറമാണ്. സുർക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ചുവപ്പ് നിറം. ആംഖേ ബി ലാൽ ദി, കണ്ണുകളുമോ? വോ ബി ലാൽ, ചുവന്ന നിറം തന്നെയായിരുന്നു. ആംഖേം, കണ്ണുകളും ലാൽ, ചുവപ്പ് നിറമായിരുന്നു. ഉസ്കി ഓഞ്ചായി, അദ്ദേഹത്തിൻ്റെ ഉയരമോ? 6 ഫുട്ട് സേ ബി ജ്യാദ. 6 ഫുട്ട്, എത്ര? 6 ഫുട്ട് 6 അടി. 6 ഫുട്ട് 6 അടിയേക്കാളും ജ്യാദ, കൂടുതലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഊഞ്ചായി, ഉയരം. യെ സബ് കിസ്കി വിശേഷത ഹേ? ആരുടെ പ്രത്യേകതയാണ്? കേണൽ ബ്രൗണിൻ്റെ പ്രത്യേകതയാണ്. എന്തൊക്കെയാണ് ആ പ്രത്യേകത? ചെഹ്റ സൂർക്ക് ഹെ, മുഖം ചുവപ്പ് നിറമായിരുന്നു. ആംഗേ ലാൽ ഹെ, കണ്ണുകളും ചുവപ്പ് നിറത്തിലുള്ളതാണ്. ഉസ്കി ഊഞ്ചായി, ഉയരം 6 ഫുട്ട് സേ ജ്യാദ, 6 അടിയേക്കാളും മുകളിലാണ്. ഉസ്നെ മുസ്സെ പൂച്ച, അദ്ദേഹം എന്നോട് ചോദിച്ചു. ആര്? കേണൽ ബ്രൗൺ എന്നോട് ചോദിച്ചു. എന്താണ്? ആപ് ക്യാ കർത്തേ ഹൈ? താങ്കൾ എന്താണ് ചെയ്യുന്നത്? ആപ് ക്യാ കർത്തേ ഹൈ? താങ്കൾ എന്താണ് ചെയ്യുന്നത്? എന്താണ് ഞാൻ മറുപടി പറഞ്ഞത്? നോക്കാം. മേനെ കഹാ, ഞാൻ പറഞ്ഞു. മേനെ കഹാ ഉർദു മേ കവിത ലിഖ്താ ഹൂം, ഞാൻ ഉറുദുവിൽ കവിതകൾ എഴുതാറുണ്ട്. ഞാൻ ഉറുദുവിൽ എന്ത് ചെയ്യാറുണ്ട്? കവിത ലിഖ്താ ഹൂം, കവിത എഴുതാറാണ്. തും പോയറ്റ് ഹോ, നീ ഒരു കവിയാണല്ലേ? കേണൽ ബ്രൗൺ പറയാണ്. തും പോയറ്റ് ഹോ, എന്താ പോയറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം? കവി. തും പോയറ്റ് ഹോ, കവിയാണോ? ഉസ്നെ കഹ, അവൻ പറഞ്ഞു. മേ സിർ ഹിലാക്കർ ഹാമി ബരി, ഞാൻ സിർ ഹിലാന. ക്യാ ഹെ സിർ ഹിലാന? തല കുലുക്കുക. സിർ ഹിലാന, തല കുലുക്കിക്കൊണ്ട്. ഹാമി ബരി, സമ്മതിച്ചു. ഹാമി പറഞ്ഞ സമ്മതിക്കുക. എങ്ങനെ സമ്മതിച്ചു? സിർ ഹിലാക്കർ, തല കുലുക്കിക്കൊണ്ട്. ഹാമി ബരി, സമ്മതിച്ചു. അതെ. മേരാ ജവാബ് സെ ബ്രൗൺ കോ ഖുഷി ഹുയി, എൻ്റെ മറുപടി കൂടി കേട്ടപ്പോഴോ? ബ്രൗൺ കോ ഖുഷി ഹുയി, ബ്രൗണിന് സന്തോഷം തോന്നി. മേരെ ജവാബ്, എൻ്റെ മറുപടിയിൽ ബ്രൗണിന് എന്തായി? ഖുഷി ഹുയി, സന്തോഷമായി. ഉസ്നെ അപ്പനെ സിപ്പാഹിയോ കോ ഹുക്കും ദിയ, അദ്ദേഹം തൻ്റെ സിപ്പാഹികൾക്ക്, സൈനികർക്ക് ഹുക്കും ദിയ, ആജ്ഞ നൽകി. ഹുക്കും ദേന, ആജ്ഞ നൽകുക. സിപ്പാഹിയോ കോ ഹുക്കും ദിയ, സൈനികർക്ക് ആജ്ഞ നൽകി. കോൺസി ഹുക്കും, എന്താജ്ഞയാണ് നൽകിയത്? നോക്കൂ. ഇൻകോ ഇസ്സത്ത് കെ സാത്ത് ഗർ വാപ്പസ് ചോടാവോ. ഇൻകോ, ഇദ്ദേഹത്തെ ഇസ്സത്ത്, ഇസ്സത്ത് എന്താണ്? ബഹുമാനം, ആദരവോടുകൂടി. ഇസ്സത്ത് കെ സാത്ത്, ആദരവോടുകൂടി എന്ത് ചെയ്യണം? ഗർ വാപ്പസ് ചോടാവോ, വീട്ടിലേക്ക് മടക്കി വിടണം. ഇൻകോ ഇസ്സത്ത് കെ സാത്ത്, എങ്ങനെ കൊണ്ടുവിടണം എന്ന് പറയുന്നത്? ഇസ്സത്ത്, ബഹുമാനത്തോടു കൂടി. ഗർ വാപ്പസ് ചോടാവോ, വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോകണം. നമ്മളെ ബ്രൗണിന് കവികളെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? കവിയാണെന്നറിഞ്ഞ മിർസ ഗാലിബിനെ ആദരവോടുകൂടി മടക്കി കൊണ്ടയക്കാൻ ആര് പറയുന്നത്? കേണൽ ബ്രൗണ് പറയുന്നത്. मैंने कर्नल ब्राउन से निवेदन किया, ഞാൻ കേണൽ ബ്രൗണിനോട് നിവേദൻ കിയ. നിവേദൻ കാരണം അപേക്ഷിക്കുക. എന്തിനായിരിക്കും അപേക്ഷിച്ചിട്ടുണ്ടാവുക? कि मेरे साथ गिरफ्तार किए गए पड़ोसी, എന്നോടൊപ്പം गिरफ्तार किए गए, അറസ്റ്റ് ചെയ്യപ്പെട്ട പഡോസി, അയൽവാസികൾ, ബെഹത്ത്, വളരെ, സീതേ സാദേ ലോഗ് ഹേ, സാധാരണ ജനങ്ങളാണ്. സീതേ സാദേ ലോഗ്, സാധാരണ ജനങ്ങൾ. ആര്? മേരെ സാത്ത് ഗിരഫ്താർ കിയേ ലോഗ്, എന്നോടൊപ്പം അറസ്റ്റ് ചെയ്ത ആളുകൾ അവരെങ്ങനെയുള്ളവരാണെന്ന് പറയുന്നത്? സീതേ സാദേ ലോഗ്, സാധാരണ ജനങ്ങളാണ്. ഉനേബി റിഹാ കർ ദീജിയെ, അവരെയും എന്ത് ചെയ്യുമോ? റിഹാ കർ ദീജിയെ, വിട്ടയക്കുമോ? റിഹാ കർണ മോചിപ്പിക്കുക. റിഹാ കർ ദിയ ജായ്, മോചിപ്പിക്കുമോ എന്ന് ഞാൻ ആരോട് അപേക്ഷിച്ചു? കേണൽ ബ്രൗണിനോട് അപേക്ഷിച്ചു. അപേക്ഷിച്ചപ്പോൾ കേണൽ ബ്രൗൺ എന്ത് ചെയ്തിട്ടുണ്ടാവും? നോക്കൂ. കേണൽ ബ്രൗൺ ചോദിക്കുകയാണ്, യെ ലോഗ് ബി കവിത കർത്തേ ഹൈ, ഇവരും കവിത എഴുതുന്നവരാണോ? യെ ലോഗ് ബി കവിത കർത്തേ ഹൈ, ഈ ആളുകളും കവിത എഴുതുന്നവരാണോ? മേനെ കഹ, ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്?
ये लोग भी कविता करते हैं, ഇവരും എന്ത് ചെയ്യുന്നവരാണ്, കവിത എഴുതുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞു. कर्नल ब्राउन ने उनको भी घर जाने की इजाज़त दे दी. കേണൽ ബ്രൗൺ അത് കേട്ട് എന്ത് ചെയ്തു, ഉൻകോ ബി അവരെയും घर जाने की വീട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഇജാസത്ത് ദേദി അനുവാദം നൽകി. എന്താ ഇജാസത്ത് എന്നർത്ഥം? അനുവാദം. എന്തുകൊണ്ടാണ്? അവരും കവികളാണെന്നറിഞ്ഞ കേണൽ ബ്രൗൺ അവരെയും വീട്ടിലേക്ക് മടക്കിപ്പോകാൻ തിരിച്ചയക്കാനുള്ള അനുവാദം നൽകി. ഇസ്തർ ഇപ്രകാരത്തിൽ കവിതാക്ക് കാരൻ കവിത കാരണം ഉസ് റോസ് ആ ദിവസങ്ങളിൽ കരീബ് 50 ആദമിയോക്കി ഏകദേശം 50 ആദമിയോക്കി 50ഓളം ആളുകളുടെ ജാനേം ജീവനുകളാണ് ബച്ച് ഗൈ രക്ഷപ്പെട്ടത്. എന്ത് കാരണമാണ് കൂട്ടുകാരെ? കവിത കാരണം അല്ലേ? കേണൽ ബ്രൗൺ കവികളെ വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, ഇതിൻ്റെ സൈഡിലെ ചോദ്യം, ഇൻകോ ഇസ്സത്ത് കെ സാത്ത് ഘർ വാപ്പസ് ചോടാओ. ബ്രൗൺ കി സ്വഭാവ് കി കോൺ സി വിശേഷത പ്രകട ഹോത്തി ഹെ? എന്ത് വിശേഷതയാണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായത്? अरे कर्नल ब्राउन कवियों को बहुत आदर देते हैं, वो कविता बहुत पसंद करने वाले लोग हैं और कवियों को आदर भी देते हैं എന്നതാണ് നമുക്കവിടെ ഉത്തരം എഴുതാൻ കഴിയേണ്ടത്. മനസ്സിലായല്ലോ? ഭാഗം നോക്കൂ. हम गली वाले ने तो किसी तरह अपना प्राण बचा लिए. हम गली वाले ने तो ഞങ്ങൾ ഗലി വാലെ. എന്താണ് ഗലി വാലെ എന്നതിൻ്റെ അർത്ഥം? തെരുവുവാസികൾ. तो किसी तरह എപ്രകാരമോ അപ്ന പ്രാൺ ബജാലി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. എങ്ങനെയാണ് ജീവൻ രക്ഷിച്ചത്? കവിത കാരണം അല്ലേ? मगर उन हजारों अभागे दिल्ली वालों के बारे में मैं क्या कहूँ. മഗർ എന്നാൽ മേ ഉൻ ഹസാറോം ഞാൻ ആ ആയിരക്കണക്കിന്, ഹസാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആയിരക്കണക്കിന് അഭാഗെ, അഭാഗെ ഭാഗ്യം കെട്ട, ഭാഗ്യമില്ലാത്ത, അഭാഗെ ഭാഗ്യമില്ലാത്ത ദില്ലി വാലോം കെ ബാരമേ ദില്ലി നിവാസികളെക്കുറിച്ച്, ദില്ലി വാലോം ദില്ലി നിവാസികളെക്കുറിച്ച് ക്യാ കഹും എന്ത് പറയാനാണ്? അഭാഗേ ദില്ലി വാലോം എന്തുകൊണ്ടാണ് അവരെ ഭാഗ്യമില്ലാത്തവരെന്ന് വിളിക്കുന്നത്? അവരെല്ലാം ബ്രിട്ടീഷുകാരാൽ കൊല്ലപ്പെട്ടവരാണ്. ഉൻകെ ബാരമേ ക്യാ കഹും വേ ഹവാലാത്ത് മേ അവർ ഹവാലാത്ത്. എന്താണ് ഹവാലാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം? ലോക്കപ്പുകൾ. ഹവാലാത്ത് ലോക്കപ്പുകളിലും ഖേർഖാനേമേ ജയിലുകളിലും. ഖേർഖാന ജയിലുകൾ. ഹവാലാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ലോക്കപ്പുകൾ, ഖേർഖാന ജയിലുകളിലും ബന്ദ് കർ ദിയേ ഗയേ. എന്ത് ചെയ്തിരുന്നു? ബന്ദ് കർണ അടച്ചു വെക്കപ്പെട്ടിരുന്നു. അവരെ എവിടെയാണ് അറസ്റ്റ് ചെയ്ത് അടച്ചു വെച്ചിരുന്നത്? ഹവാലാത്ത് ഓർ ഖേർഖാനേമേ ലോക്കപ്പുകളിലും ജയിലുകളിലും അറസ്റ്റ് ചെയ്തുകൊണ്ട് അടച്ചു വെച്ചിരുന്നു. ജയിൽ ഷെഹർ സെ ബാഹർ തി. ജയിലാണെങ്കിൽ എവിടെയാണ് കൂട്ടുകാരെ? ഷെഹർ സെ ബാഹർ പട്ടണത്തിന് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓർ ഹവാലാത്ത് ലോക്കപ്പുകളോ ദില്ലി കെ ഭീത്തർ ദില്ലിക്ക് ഉള്ളിലുമായിരുന്നു. तो जेल कहाँ है? दिल्ली के बाहर. और हवालात कैदखाना, ओके कैदखाना कहाँ है? दिल्ली के अंदर. देखिए यहाँ इन दोनों जगहों में ഈ രണ്ട് സ്ഥലങ്ങളിലും ഈ പാവപ്പെട്ട ആളുകളെ കുത്തി നിറച്ച് അറസ്റ്റ് ചെയ്തു വെച്ചിരുന്നു. इन दोनों जगहों में ഈ രണ്ട് സ്ഥലങ്ങളിലും, इन दोनों जगहों में ഈ രണ്ട് സ്ഥലങ്ങളിലും बेशुमार बेगुनाहों को, ബേഷുമാർ എണ്ണാൻ കഴിയാത്തത്ര, ബേഷുമാർ എന്താണ്? എണ്ണാൻ കഴിയാത്ത ഒരുപാട്, ബേഗുനാഹോങ്കോ ബേഗുനാഹ് നിരപരാധികളായ ആളുകൾ, ബേഗുനാ നിരപരാധികളായ ആളുകളെ ടൂസ് ടൂസ്കർ കുത്തി നിറച്ച്, ടൂസ് ടൂസ്ന കുത്തി നിറച്ചുകൊണ്ട് ബർ ദിയാഗയ എന്ത് ചെയ്തിരുന്നു? നിറച്ചു വെച്ചിരുന്നു. എവിടെ? ഈ രണ്ട് സ്ഥലങ്ങളിലും, ജയിലുകളിലും അതുപോലെ ലോക്കപ്പുകളിൽ. ആരെയാണ്? മനുഷ്യരെയാണ് കേട്ടോ. ഇസ് കദർ ബർദിയ, ഇസ് കദർ ഇത്തരത്തിൽ, കദർ ഇത്തരത്തിൽ, ഇസ് കദർ ഇത്തരത്തിൽ നിറച്ചു വെച്ചിരുന്നു, ബർദിയ ഗയാദ നിറച്ചു വെച്ചിരുന്നു. ലക്താഹെ എന്ത് തോന്നും? ആദമി കെ ഭീത്തർ മനുഷ്യർക്ക് മുകളിൽ, ആദമി സമായ ഗയ മനുഷ്യരെ ചേർത്ത് വെച്ച് അമർത്തി വെച്ചതുപോലെ, ഓരോ അട്ടിയിട്ട് വെക്കുകയല്ലേ, ഓരോ അട്ടിയിട്ട് വെക്കുന്നത് പോലെ മനുഷ്യർക്ക് മുകളിൽ മനുഷ്യരെ അട്ടിയിട്ട് സമായാഗയ അട്ടിയിട്ട് നിറച്ചു വെച്ചിരിക്കുകയാണ്. എവിടെ? ഇത്തരം സ്ഥലങ്ങളിൽ. എങ്ങനെയാണ് അവിടെ ചെയ്തിരുന്നത്?
മനുഷ്യർക്ക് മുകളിൽ മനുഷ്യരെ കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണ് ഇത്തരം സ്ഥലങ്ങളിൽ. സാസ് ലേനേമേ ബി ദിക്കത്തോ രഹി ഇതി, അത് കാരണമോ സാസ് ലേനേമേ ശ്വാസമെടുക്കാൻ പോലും ദിഖത്ത് എന്തായിരുന്നു, പ്രയാസമായിരുന്നു. അത്തരം സ്ഥലങ്ങളിൽ ജയിലുകളിലും ലോക്കപ്പുകളിലും അന്ന് മനുഷ്യർ എത്ര പ്രയാസമാണ് അനുഭവിച്ചിട്ടുണ്ടാവുക, ശ്വാസമെടുക്കാൻ പോലും പ്രയാസമായിരുന്നു. ഇൻ ദോനോ ഹി ഖേദ് ഖാനേമേ, ഈ രണ്ട് ഖേദ് ഖാനകളിലും തടവറകളിലും ലോക്കപ്പുകളിൽ നിറച്ചു വെച്ച ആളുകളെ ബന്ദിയോക്കോ, ഈ ബന്ദികളായിട്ട് അടച്ചു വെച്ച ആളുകളുണ്ടല്ലോ, അവരെന്താ സംഭവിച്ചിട്ടുണ്ടാവുക, ഉൻകോ ബാദമേ, അവരെല്ലാം പിന്നീട് ഫാസി ദേ ദി ഗൈ, തൂക്കിലേറ്റുകയാണ് ചെയ്തത്. ഫാസി ദേ ദി ഗൈ, തൂക്കിലേറ്റുകയാണ് ചെയ്തത്. ഈ ആളുകളെ പിന്നീട് എന്ത് ചെയ്തു കൂട്ടുകാരെ, ഫാസി ദേ ദി ഗൈ, തൂക്കിലേറ്റി കളഞ്ഞു. നഹി മാലൂം, അറിയില്ല. കിത്തനെ ലാഖ് ലോക് മാര ഗയേ, എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടതെന്ന്. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ബ്രിട്ടീഷുകാരുടെ ക്രൂരതയ്ക്ക് ഇരയായിട്ട് അന്ന് മരണപ്പെട്ടത്. ഇവരെല്ലാം ആരായിരുന്നു കൂട്ടുകാരെ, സ്വതന്ത്ര സമര സേനാനികളാണ് അല്ലേ. സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടിയ ആളുകളെ ക്രൂരരായ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, തൂക്കിലേറ്റുകയാണ് ചെയ്തത്. ആ ഒരു സന്ദർഭമാണ് ഈ ഒരു ഭാഗത്തിലൂടെ ആര് നമുക്ക് പറഞ്ഞു തരുന്നത്, മിർസ ഗാലിബ് നമ്മളോട് പറഞ്ഞു തന്നത്. ഈ അടുത്ത ഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.